സെക്സിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കാതിരുന്നതും എല്ലാവരും മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളില്ലേ? അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്നുള്ള പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ സെക്സ് ഒക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ടതും അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു പുസ്തകമാണ് കാമസൂത്ര എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ വായിച്ചില്ലെങ്കിൽ കുക്ക് ഓഫ് ത്രൂ അത് കേട്ട് ആസ്വദിക്കാനുള്ള ഒരു ബെസ്റ്റ് അവസരം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഫിക്ഷണൽ സ്റ്റോറീസും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങളും ലെജൻഡറി എഴുത്തുകാരുടെ നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഓഡിയോ രൂപേണ കുക്ക് ഓഫും ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളതാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നല്ലൊരു ബെസ്റ്റ് അവസരമുണ്ട്. 7 ദിവസത്തെ ഫ്രീ ട്രയൽ ഇപ്പോൾ ലഭ്യമാണെന്നുള്ളതാണ്. നമ്മളെന്തായാലും ലിങ്ക് ഫസ്റ്റ് കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ളത്? അപ്പോൾ ലൂബായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പല ആൾക്കാരും ഉപയോഗിക്കുന്ന റോങ് ആയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കാനായിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഉമിനീരാണ്. ഉമിനീർ എന്നുള്ളത് പല ആൾക്കാരും ലൂബ്രിക്കേഷൻ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, എന്നാൽ പിന്നെ ലൂബായിട്ട് അത് ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്തകളുണ്ട്. അപ്പോൾ ഒരിക്കലും ഉമിനീർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിന് ചില റീസൺസുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, സാധാരണ നമ്മൾ നാച്ചുറലായിട്ട് വെജൈനയിലുള്ള ലൂബ്രിക്കേഷൻ ആവട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ ആവട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ല സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ സ്മൂത്തായ രീതിയിൽ ഇന്റർകോസ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉമിനീരാവട്ടെ അതുപോലെ സ്ലിപ്പറിയോ കാര്യങ്ങളോ അല്ല, പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ലൂബിനോ ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ലൂബിനോ പകരം വയ്ക്കാൻ പറ്റുന്ന രീതിയിലല്ല ആ ഒരു ഉമിനീരിന്റെ കാര്യമുള്ളത്. അപ്പോൾ ഉമിനീര് ലൂബ് എന്ന രീതിയിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. പിന്നെ വരുന്നൊരു കാര്യം, ആ വജൈനൽ എക്കോസിസ്റ്റത്തിൽ ആ നോർമൽ എക്കോസിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരാനും ചില ഇൻഫെക്ഷൻസുകളൊക്കെ പിടിപെടാനുള്ള സാധ്യതകളും വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ചില ഇൻഫെക്ഷൻസുകൾ, ഇപ്പോൾ ഹെർപ്പിസ് പോലുള്ള ഇൻഫെക്ഷൻസുകൾ ഉമിനീരിലൂടെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സലൈവ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും ബോഡി മോയ്സ്ചർ, അതുപോലെ ബോഡി ലോഷൻസുകൾ, ചില ക്രീമുകൾ, വാസ്ലിൻ പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലൂബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതിനു വേണ്ടി വാങ്ങിച്ചല്ലോ, ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചല്ലോ, എന്നാൽ പിന്നെ അത് ലൂബായിട്ട് കൂടി ഉപയോഗിച്ചേക്കാം എന്നുള്ള ചിന്തകളുള്ള പല ആൾക്കാരുണ്ട്. പക്ഷേ ഇത് എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടുള്ളതല്ലേ? അത് തന്നെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ട് അതിൻ്റെതായ ഉപയോഗമുണ്ട്. ഇപ്പോൾ സ്കിൻ നറിഷ് ചെയ്യുക, അതുപോലെ സ്കിൻ മോയ്സ്ചർ എന്ന രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഒരിക്കലും അത് ഇന്റേണൽ യൂസിന്, സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടവയല്ല. ഇപ്പോൾ വാസ്ലിൻ പോലുള്ള കാര്യങ്ങളൊക്കെ കോണ്ടം തന്നെ ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട്. കോണ്ടത്തിന് കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോണ്ടം ഡാമേജ് ആക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊരിക്കലും ഒരു ബെസ്റ്റ് ലൂബ്രിക്കേഷൻ ഓപ്ഷൻ അല്ല എന്നുള്ളതാണ്. പിന്നെ പോരാത്തതിന് ആ ഒരു വെജൈനൽ എക്കോസിസ്റ്റം ഉണ്ടല്ലോ, അവിടെയുള്ള pH കാര്യങ്ങൾ, ഇതിലെല്ലാം ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും, അവിടെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. ബെസ്റ്റ് ഓപ്ഷൻ എന്നല്ല, അത് ഉപയോഗപ്പെടുത്തേണ്ടവേ അല്ല എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ പലതരം ഓയിൽസുകളും ആൾക്കാർ യൂസ് ചെയ്യുന്നില്ലേ? അത് തന്നെ, ഹെയർ ഓയിലുകൾ, അതുപോലെ ബേബി ഓയിൽസുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ അത് അതിൻ്റെതായ പർപ്പസ് ഉണ്ടല്ലോ. അപ്പം അത് സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തുള്ള കാര്യമില്ല. ചിലതിൽ ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ചിലപ്പം ആ വജൈനൽ നോർമൽ എക്കോസിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതകളുണ്ട്. പിന്നെ കോണ്ടന്റിന് കൂടിയാണ് ഇങ്ങനെയുള്ള ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ കോണ്ടന്റ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ലാറ്റക്സ് ബേസ്ഡ് കോണ്ടംസ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ ആണെന്നെ തന്നെ ഒരിക്കലും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കോണ്ടത്തിന്റെ കൂടെ ഉപയോഗിക്കരുത്. അത് കോണ്ടം ബ്രേക്ക് ആവാൻ തന്നെ സാധ്യത വർദ്ധിക്കുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഹെയർ ഓയിൽസുകൾ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ബേബി ഓയിൽസുകൾ പോലുള്ള കാര്യങ്ങൾ സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ അതിലെ ഫ്രാഗ്രൻസുകൾ പോലുള്ള കാര്യങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ കോണ്ടത്തിന് കൂടെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അത് ബ്രേക്ക് ആവാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അവിടെ പണി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ലൂബ്രിക്കേഷൻ ആയിട്ടോ കാര്യങ്ങളിലോ ഉപയോഗപ്പെടുത്തരുത്. അപ്പോൾ ലൂബായിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്താ വെച്ചാൽ നല്ലൊരു ലൂബ് പർച്ചേസ് ചെയ്യുക. മാർക്കറ്റിൽ നിന്ന് ഒരു വാട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡോ അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡോ ആയിട്ടുള്ള ലൂബ് വാങ്ങിക്കാം. ഇനി കോണ്ടത്തിനോട് ഉപയോഗിക്കാനാണെങ്കിൽ നല്ലൊരു വാട്ടർ ബേസ്ഡ് ലൂബോ അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡ് ലൂബോ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാണ്ട് ഓയിൽ ബേസ്ഡ് ലൂബ് കോണ്ടത്തിനോട് ഉപയോഗിക്കരുത്. ഇനി നിങ്ങൾ വിത്തൗട്ട് കോണ്ടം ചെയ്യാനാണെങ്കിൽ ഏത് തരത്തിലുള്ള ലൂബും ഉപയോഗപ്പെടുത്താവുന്നതാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് വെച്ചേക്കാം. മറ്റു വീഡിയോ കാണാം.